വൈഷു 10th പാസ്സായോണ്ട് തന്നെ വലിയൊരു എഞ്ചിനീയർ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അവളുടെ ലവർ ആയിട്ടുള്ള ആനന്ദ് ഫെയിൽ ആവാണ്. അവനിപ്പോ ഒരു ഓട്ടോ ഓടിക്കാണ്. അവള് കോളേജിൽ കൊണ്ടുപോയി ആക്കുന്നതെല്ലാം ആനന്ദായിരുന്നു. ഇപ്പൊ അവൾ കോളേജിൽ പോകാൻ തുടങ്ങിയ പിന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. അവരുടെ ബന്ധത്തെ അത് സെപ്പറേറ്റ് ആക്കുന്നുള്ള പേടി വൈഷുവിന് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നാണ് ആനന്ദ് പറയുന്നത്. കോളേജിലെത്തിയ അവള് ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം കോളേജിൽ എല്ലാവരും നല്ല മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളായിരുന്നു. ഇവളും ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഗൗരി മാത്രമാണ് ചുരിദാറൊക്കെ ഇട്ട് കോളേജിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അവരെ കളിയാക്കാനായിട്ട് തുടങ്ങാണ്. ആ സമയത്ത് സീത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മാത്രമാണ് അവൾക്ക് സപ്പോർട്ട് ആയിട്ട് വന്ന് അവളായിട്ട് ഫ്രണ്ട് ആകുന്നത്. ഇതുകൊണ്ട് തന്നെ വൈഷുവിന് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അവരെ പോലെ ചേഞ്ച് ആവണമെന്ന് ഒരു തോന്നൽ അവൾക്ക് മനസ്സിൽ വരാണ്. വൈകിട്ട് ഇപ്പോ കോളേജ് കഴിഞ്ഞിട്ട് ആനന്ദ് തന്നെയാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും. അവന് ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ അവർക്കപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കോൾ ചെയ്യാലോ. ഫോൺ കിട്ടിയ വൈഷ്ണവിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇവളുടെ ഈ ഒരു സന്തോഷം മാത്രം ആനന്ദിന് കണ്ടാ മതിയായിരുന്നു. വീട്ടിൽ വന്ന അവളും ആ ഒരു ഫോൺ അമ്മക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവളുടെ കോളേജിലുള്ള ഒരു ഫ്രണ്ട് വാങ്ങി തന്നതാണെന്നാണ് പറയുന്നത്. അമ്മക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാ വാങ്ങിക്കോളാനാണ് അമ്മ പറയുന്നത്. പക്ഷെ അച്ഛന് വെറുതെ കിട്ടുന്ന മുതലൊന്നും ഇങ്ങനെ വാങ്ങരുത് എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി ആനന്ദിനായിട്ട് അവള് കോൾ ചെയ്യാണ് ഈ ഒരു ഫോണിലൊക്കെ. പിറ്റേ ദിവസം കോളേജിലേക്ക് ഇവള് ഈ ഒരു ഫോൺ കൊണ്ട് പോകുന്നുണ്ടെങ്കിലും കുട്ടികളെല്ലാം അവളെ വീണ്ടും കളിയാക്കാണ്. കാരണം അവിടെ ഉള്ള എല്ലാ കുട്ടികളുടെ കയ്യിലും ഐഫോൺ ആണുള്ളത്. ഇപ്പൊ കോളേജിൽ തന്നെ ഏറ്റവും ഹാൻഡ്സം ആയിട്ടുള്ള വിരാജ് എന്ന് പറഞ്ഞ പയ്യൻ ഒരു വലിയ കാറിൽ തന്നെ അവിടെ എത്തുന്നു. വൈഷുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സീതയുടെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ വൈഷുവിനായിട്ട് അവൻ പരിചയപ്പെടുന്നുണ്ട്. ആനന്ദ് ഈ ഫോണ് വൈഷുവിന് വാങ്ങിക്കൊടുത്തത് അവന്റെ ഓട്ടോന്റെ ബുക്കും പേപ്പറും പണയം വെച്ചിട്ടായിരുന്നു. കോളേജിലുള്ള സമയത്തും വൈഷു ആനന്ദിനെ കോൾ ചെയ്ത് ഞാൻ ഇന്നത് ചെയ്യാന്നൊക്കെ ഇൻഫോം ചെയ്യായിരുന്നു. ഇപ്പൊ കോളേജിലുള്ള സീനിയേഴ്സ് ഒക്കെ വൈഷുവിനെ റാഗ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ വിരാജ് വന്നിട്ടാണ് അവളെ രക്ഷിക്കുന്നത്. അവരങ്ങനെ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഇവളുടെ ഗാങ്ങിലുള്ള സീത എന്ന് പറഞ്ഞ പെണ്ണൊന്നും അത്ര വെടുപ്പല്ലായിരുന്നു. കഞ്ചാവും കള്ളും ഒക്കെ ഉണ്ടായിരുന്നു. വൈഷുവിന്റെ ഇന്നസെൻസ് കണ്ടിട്ട് വിരാജിന് അവളോട് ചെറിയ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. സീത ഇപ്പൊ അവളോടും സ്മോക്ക് ചെയ്യാനും കുടിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ആദ്യം അവള് വേണ്ടാന്ന് പറയാണ്. അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഗൗരിക്ക് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഡ്രഗ്സ് എല്ലാം കൂട്ടിക്കൊടുക്കുന്ന വൈഷുവിനെ കണ്ട ഗൗരി അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. കാരണം വൈഷു ചേഞ്ച് ആവുന്നത് അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. സീത ഇപ്പോ വൈഷുവിന് കൂട്ടിക്കൊടുക്കാണ്. നിന്റെ ഏരിയയിൽ ചെന്നിട്ട് നിന്നെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് അവളായിരിക്കും, അവളായിട്ട് ഇനി കൂട്ടുകൂടണ്ടെന്നൊക്കെ. സീത ഇപ്പൊ വൈഷുവിനെ കൊണ്ട് മാളിലേക്ക് പോകുന്നുണ്ട്. 30,000 രൂപ ചെലവാക്കിയിട്ട് അവൾക്ക് പുതിയ ഡ്രസ്സ് അവളെ മേക്കപ്പ് ചെയ്ത് വേറെ ഒരു പെണ്ണായിട്ട് തന്നെ മാറ്റാണ്. വൈഷു ഇതെല്ലാം റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് കരുതി കരഞ്ഞുകൊണ്ട് സീതയെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറയുന്നുണ്ട്. ഇപ്പൊ വൈഷുവിന്റെ രൂപം തന്നെ ആകെ ചേഞ്ച് ആയേക്കാണ്. അവളെ കാണാനായിട്ട് ഇപ്പൊ ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷെ അവൾക്ക് ഈ ഒരു രൂപത്തിൽ ആനന്ദിന്റെ അടുത്തേക്ക് പോകാൻ ഭയങ്കര ചമ്മല് തോന്നാണ്. ഷാളോണ്ട് മുഖം മറിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അവൾ ആനന്ദിന്റെ അടുത്തേക്ക് പോകുന്നത്. ആനന്ദിന് എന്തോ പന്തികേട് തോന്നിയോണ്ട് തന്നെ ഷാള് മാറ്റി നോക്കുമ്പോൾ ഇവളുടെ ഈ ഒരു മേക്കപ്പ് കണ്ട അവനക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവർ രണ്ടുപേരും അതും പറഞ്ഞ് അങ്ങനെ തല്ലാവുന്നുണ്ട്. ഇന്ന് രാത്രി സീത അവളോട് ഒരു പബ്ബിലേക്ക് പാർട്ടിക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അനുവാദം ആനന്ദിനോട് ചോദിക്കുമ്പോൾ അതും പറഞ്ഞ് വീണ്ടും അവർ തല്ലാവുന്നുണ്ട്. ആനന്ദ് അവളോട് പോകണ്ടെന്ന് പറയാണ്. ദേഷ്യം വന്ന അവള് ആനന്ദിനോട് തല്ലിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് വാങ്ങി കൊടുത്ത ഡ്രസ്സുകളെല്ലാം നമുക്ക് കാട്ടിക്കൊടുക്കാണ്. അന്ന് രാത്രി ഫ്രണ്ടിന്റെ വീട്ടില് ഹൗസ് വാമിംഗ് ആണെന്ന് പറഞ്ഞ് ധാവണി എല്ലാം എടുത്തിട്ട് അവള് പുറത്തിറങ്ങുന്നുണ്ട്. നേരെ അവള് പബ്ബിക്കാണ് പോകുന്നത്. ഭയങ്കരമായിട്ടുള്ള മോഡേൺ ഡ്രസ്സ് ഇട്ട് നല്ല ഭംഗിയിലാണ് അവള് പബ്ബിൽ എത്തുന്നത്. പിന്നീട് അത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.